ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈദിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് തന്നെയാണ്. നമുക്കിത് പുഡിംഗ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. ജലാറ്റിനും ചൈന ഗ്രാസൊന്നും ആവശ്യമില്ല. അതല്ല നിങ്ങൾക്ക് പായസം പോലെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തണുത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ആ സെയിം പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ആയിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് പഞ്ചസാര മെൽട്ടാകുമ്പോൾ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം കൂട്ടാനേ പാടില്ല. ഇനി ഇതിലേക്ക് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർക്കാതെ കുറച്ച് മുമ്പേ പുറത്ത് വെക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബദാമും അതുപോലെ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഗ്രീസ് ചെയ്ത ഒരു സർഫസിലേക്ക് ഇടാം. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് വേണമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം. ഇനി അത് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാലിപ്പോൾ ഞാൻ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള പാലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് ഒന്ന് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കുക. കസ്റ്റാർഡ് ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാനും നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കസ്റ്റാർഡൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ, അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പുഡിങ്ങിൻ്റെ രീതിയിലാണ് വേണ്ടതെങ്കിൽ 4 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഈ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണാണല്ലോ എടുത്തിട്ട്, അതിന് പകരം 4 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൈ വെക്കാതെ ഇത് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതിൽ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെർമിസെല്ലി, അതായത് സേമിയ 1 കപ്പോളം വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്തിരുന്ന സേമിയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ ഒക്കെ രീതിയിലാണ് വേണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഈ ഒരു മിക്സ് കുറുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കാരമലൈസ്ഡ് നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു റോളിംഗ് പിന്ന് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വലിയ പുഡിംഗ് ട്രേയിലൊക്കെ സെറ്റ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടോടെ പായസം പോലെ സെർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയൊരു ബൗളിൽ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതുപോലെ നന്നായിട്ട് തണുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ട്രേയിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു പുഡിങ്ങിൻ്റെ രീതിയിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പുഡിങ്ങും അല്ല പായസവും അല്ല, ആ ഒരു രീതിയിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്.
സാധാരണ നമ്മൾ സേമിയ വെച്ചിട്ട് ഇതിനൊക്കെ സേമിയ പായസം ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കുമ്പോൾ വാനില ഫ്ലേവർ തന്നെ വാങ്ങിക്കുക. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ പാക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ചെറിയ പാക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് താഴെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. താങ്ക്